കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംവിധായകർക്കെതിരെ നടപടിയെടുക്കാൻ ഫെഫ്കയുടെ നിർദ്ദേശം. നടപടിയെടുക്കാൻ ഡയറക്ടേഴ്സ് യൂണിയന് ഫെഫ്ക നിർദ്ദേശം നൽകി. സംവിധായകൻ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സംഘം ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 3 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേർന്നുണ്ട്. അരുൺ, ഇപ്പോൾ സംവിധായകർക്കെതിരെ നടപടിയെടുക്കാനാണ് ഫെഫ്കയുടെ നിർദ്ദേശം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം? കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ ഖാലിദ് റഹ്മാൻ, സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് എന്നിവർക്കെതിരെ നടപടിയെടുക്കാനാണ് ഫെഫ്ക നേതൃത്വം ഡയറക്ടേഴ്സ് യൂണിയന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി ഡയറക്ടേഴ്സ് യൂണിയനാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. നേരത്തെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കഞ്ചാവുമായി പിടികൂടിയിരുന്നു. അപ്പോഴും സമാനമായ സമീപനമാണ് ഫെഫ്ക നേതൃത്വം കൈക്കൊണ്ടത്. അവർ പറയുന്നത് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ കേസിൽ ഈ 2 പേർക്കുമെതിരെ, അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ള 2 പേർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഫെഫ്ക നൽകുന്നത്. ഇതിൽ ഖാലിദ് റഹ്മാൻ സംഘടനാ അംഗമാണെന്നുള്ളത് ഫെഫ്ക നേതൃത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അഷ്റഫ് ഹംസയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഫെഫ്ക നേതൃത്വം നടത്തുന്നുണ്ട്. പക്ഷേ ഖാലിദ് റഹ്മാൻ സംഘടനാ അംഗമാണെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിലാണ് ഈ 2 പേരെയും മറ്റൊരു കൂട്ടാളിയും കൂടി ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് എക്സൈസ് സംഘം പിടികൂടുന്നത്. രാത്രി 11 മണിയോടുകൂടി ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപത്തെ ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ 3 പേരെയും ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിയിലാകുന്നത്. ഇവർ എക്സൈസ് സംഘം 506 നമ്പർ ഫ്ലാറ്റിൽ എത്തുമ്പോൾ അവർ ഈ ഹൈബ്രിഡ് കഞ്ചാവും അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളുമൊക്കെ ആയി സജ്ജമായി ഇരിക്കുകയായിരുന്നു. അതൊക്കെ കൈയോടുകൂടിയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കൈവശം 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം വൈദ്യപരിശോധനയും നടത്തി. പക്ഷേ പിടിച്ചെടുത്ത അളവ് കുറവായതിനാൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകുകയാണ് ചെയ്തത്. 1 കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് പിടികൂടിയാൽ മാത്രമേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തുക. അതുകൊണ്ട് തന്നെയാണ് നിയമത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ 3 പേർക്കും സ്റ്റേഷൻ ജാമ്യം ലഭിച്ചത്. അരുൺ, അതേപോലെ തന്നെ ഇവർക്കെതിരെ കേസെടുക്കുന്നു, ജാമ്യത്തിൽ വിട്ടയക്കുന്നു. അപ്പോൾ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ എക്സൈസ് സംഘം തീരുമാനിച്ചിട്ടുണ്ടോ? അതായത് സിനിമാ സെറ്റുകളിലടക്കം പരിശോധന വ്യാപിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നേരത്തെ പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. എന്തായാലും അക്കാര്യത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു മറുപടി എന്താണ്? തീർച്ചയായിട്ടും ഈ കേസിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേസിൽ പിടിയിലായ 3 പേരുടെയും ഫ്ലാറ്റ് അല്ല ഇത്. പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിൻ്റെ പേരുള്ള ഫ്ലാറ്റാണ്. അവിടെ നിന്നാണ് കഞ്ചാവുമായിട്ട് ഈ 3 പേരെ പിടിക്കുന്നത്. ഈ ഫ്ലാറ്റ് സിനിമയെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലാറ്റാണ്. പക്ഷേ അങ്ങനൊരു സ്പേസ് ലഹരി ഉപയോഗിക്കുന്നുള്ള കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് എക്സൈസ് പങ്കുവെക്കുന്ന വിവരം. അതായത് സ്ഥിരമായിട്ട് ആ ഫ്ലാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. അതിനുള്ള സൂചനകളും തെളിവുകളും ഒക്കെ തന്നെ എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥനായ സമീർ താഹിറിനെ എക്സൈസ് സംഘം വിളിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ലഹരി ഇവർക്ക് നൽകിയത് മൂന്നാമനായി പിടിയിലായ ഷാലിഫ് മുഹമ്മദിനാണ് ഇടനിലക്കാരൻ ലഹരി കൈമാറിയത്. അത് ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഈ ഫ്ലാറ്റിന് തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് ഈ ലഹരി കൈമാറിയത് എന്നുള്ളതാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസ് സംഘം പറയുന്നത് ഇത്തരം കണ്ണികളെ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അവരെ കണ്ടെത്തി അവരെ ശിക്ഷിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള വ്യാപനം തടയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും എക്സൈസ് സംഘത്തിൻ്റെ അന്വേഷണം പോയിട്ടുണ്ട്.